ഹരിശ്രീ ഗണപതയേ നമ. ഹവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. ഉത്തരരാമായണം 2-ാമത്തെ അധ്യായം, നാരദകാല സംഭാഷണം. ശുഭാശുഭ കർമ്മങ്ങളെപ്പറ്റി മന്ത്രിമാരുമായി ആലോചന നടത്തുന്ന അന്തകൻ്റെ പുരിയിൽ വീണാപാണിയായ നാരദ മഹർഷി ഭഗവത് ഗാനാലാപവും നടത്തിക്കൊണ്ട് ചെന്നെത്തി. യമധർമ്മൻ നാരദമുനിയെ വന്ദിച്ച് യഥോചിതം പൂജിച്ചിരുത്തി. പുഞ്ചിരിച്ചുകൊണ്ട് ആദരപൂർവ്വം ചോദിച്ചു, മഹർഷേ, 3 ലോകങ്ങളിലും എന്തൊക്കെയാണ് വാർത്തകളുള്ളത്? ഒരിടത്തും ആർക്കും ദുഃഖമൊന്നുമില്ലല്ലോ. നാരദൻ, എന്തു പറയണമെന്ന് എനിക്കറിയില്ല. ലോകങ്ങളിൽ വിശ്വസിക്കാൻ കഴിയാത്ത, അതായത് കാരണം എന്താണ് എന്നറിഞ്ഞുകൂടാത്ത ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. കേട്ടറിവാണ്. അത് നിന്നോട് പറയാനാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നത്. പണ്ടെങ്ങും കേട്ടിട്ട് പോലുമില്ലാത്ത അത്ഭുതകരങ്ങളായ വിശേഷങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത്. കാലനെ ജയിക്കണമെന്ന വിചാരത്തോടെ രാവണൻ ഇവിടെ വരും. കാലദണ്ഡമേറ്റാൽ മരിക്കാത്ത ഒരു ജീവിയും ഇല്ല എന്നാണ് മുമ്പ് കേട്ടിട്ടുള്ളത്. ഇന്ന് അതിനെപ്പറ്റിയുള്ള സത്യവും മനസ്സിലാക്കണം. ഇപ്രകാരം നാരദൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശരൽക്കാലത്ത് ആകാശത്തിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു പൊങ്ങുന്നത് പോലെയുള്ള ശോഭയോടുകൂടിയ പുഷ്പ അഭിമാനം മുകളിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് തീർച്ചയായും രാവണന്റെ വരവാണ് എന്ന് മനസ്സിലാക്കിയ യമൻ തൻ്റെ സൈന്യത്തിന് അണിനിരക്കാൻ ആജ്ഞ നൽകി. ഉടൻ തന്നെ യുദ്ധത്തിന് പെരുമ്പറ മുഴക്കിക്കൊണ്ട് അന്തക സൈന്യം അണിനിരന്നു. ഇനി നരകദർശനം എന്ന ഭാഗം. അപ്പോൾ രാവണൻ കാലപുരിയിലെ ഭയങ്കര നരകങ്ങൾ കണ്ടു. പാപികളെ മഹാനരകങ്ങളിൽ കൊണ്ടിട്ട് പീഡിപ്പിച്ച് ദുഃഖിപ്പിക്കുന്നതും പുണ്യകർമ്മങ്ങൾ ചെയ്തവരെ സ്വർണ്ണമന്ദിരങ്ങളിൽ പാർപ്പിച്ച് സുഖിപ്പിക്കുന്നതും രാവണന് കാണാൻ കഴിഞ്ഞു. കാലസൂത്രം, ഹസിപത്രവനം, ശൂലപ്രോതം, വൈതരണി തുടങ്ങിയ ഭയങ്കര നരകങ്ങളിൽ പാപം ചെയ്തവരെ ദുഃഖിപ്പിക്കുന്നുണ്ടായിരുന്നു. കടുത്ത കോപത്തോടെ നായ്ക്കളും നരികളും ശരീരം കടിച്ച് കീറുമ്പോൾ ചിലർ വേദനയോടെ നിലവിളിക്കുന്നു. കൃമികളുടെ കടിയേറ്റ് തളർന്ന് ചിലർ ബോധം കെട്ട് വീഴുകയും ഉണർന്ന് നിലവിളിക്കുകയും ചെയ്യുന്നു. ചുട്ടുപഴുത്ത മണലിൽ മുട്ടിന്മേലിഴഞ്ഞ് ചിലർ മുറവിളിക്കുന്നു. വേറെ ചിലർ കൂരിരുട്ട് നിറഞ്ഞ കുഴികളിൽ വീണ് വേദന കൊണ്ട് കരയുന്നു. ഭയങ്കര സമുദ്രത്തിൽ കിടന്ന് കരകാണാൻ കഴിയാതെ ചിലർ നിലവിളിക്കുന്നു. വേറെ ചിലർ തീയിൽ കിടന്ന് വെന്തുരുകി ശിവ ശിവ എന്ന് വിളിച്ച് വിലപിക്കുന്നു. ആര് വെള്ളം തരും? വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യേ എന്ന് കേഴുന്നവരാണ് മറ്റു ചിലർ. ചുട്ടുപഴുത്ത ചെമ്പു പ്രതിമയെ തലോടിച്ചുകൊണ്ട് സ്വർണവളകളുള്ള ഇവളെ ആലിംഗനം ചെയ്യൂ, സ്വർണവർണ്ണമുള്ള ഇവളെ ആലിംഗനം ചെയ്യൂ, എന്നിട്ട് നിനക്ക് അന്നാണോ ഇന്നാണോ സുഖം കൂടുതൽ എന്ന് പറയൂ. ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നല്ലവണ്ണം പ്രതിമയെ ആലിംഗനം ചെയ്യിപ്പിക്കുന്ന കാലകിങ്കരന്മാരെ രാവണൻ ഒരു ഭാഗത്ത് കണ്ടു. ഇനി ചിലരെ പൊക്കമേറിയ കുന്നിൻ്റെ മുകളിൽ നിന്ന് കഠിന ദുഃഖമുണ്ടാകും വിധം കീഴ്പോട്ട് ഉരുട്ടുന്നു. മറ്റൊരു ഭാഗത്ത് അദൃശ്യരായ വില്ലാളികൾ എയ്യുന്ന ശരമേറ്റ് ചിലർ പിടയുന്നു. ഒരു കൂട്ടരുടെ വായിൽ ഈയം ഉരുക്കി ഒഴിക്കുന്നു. മൂത്രം, മലം, ചലം, ചോര എന്നിവ നിറഞ്ഞ പുഴകളിൽ നീന്തിക്കൊടിഞ്ഞ ചിലർ അത് തന്നെ കുടിച്ചുകൊണ്ട് ദീർഘകാലമായി കഴിയുന്നു. ചിലർ ശൂലത്തിന്മേ കിടന്നാടുന്നു. വേറെ ചിലരെ കാലകിങ്കരന്മാർ കഴ കൊണ്ട് ഞെക്കുകയും ചുട്ടുപഴുത്ത കുടിൽ കൊണ്ട് ശരീരത്തിൽ പിടിക്കുകയും ക്രൂരമായി വലിക്കുകയും ചെയ്യുന്നു. കഴുകന്മാരും കാക്കകളും കൊക്കുകൾ കൊണ്ട് ചിലരുടെ കണ്ണുകൾ പൊത്തിപ്പറിക്കുന്നു. അവരുടെ ശരീരം കഠിനമായി കടിച്ചു കീറുന്ന 720 നായ്ക്കൾ അവിടെയുണ്ട്. ചിലരുടെ ശരീരങ്ങൾ രാക്ഷസന്മാർ വാളുകൊണ്ട് വെട്ടിപ്പൊളിച്ച് ചോര കുടിച്ചിട്ട് ആർത്ത് അട്ടഹസിക്കുന്നു. ഒരു കൂട്ടരുടെ വായും മൂക്കും കാലകിങ്കരന്മാർ അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കഷ്ടപ്പെടുത്തുന്നു. ചിലരെ മുള്ളിലവിലിട്ട് കാലകിങ്കരന്മാർ വലിക്കുമ്പോൾ അവർ വേദന കൊണ്ട് നിലവിളിച്ച് കരയുന്ന ശബ്ദം കേൾക്കുന്നു. പ്രകാരം നാനാതരത്തിലുള്ള ഭയങ്കര നരകങ്ങളിൽ കിടന്ന് ദുഃഖിക്കുന്ന പാപികളെ രാവണൻ കണ്ടു. അവരിൽ ചിലരെ കാരുണ്യഭാവത്തോടെ കരകയറ്റി. അത് കണ്ട് കാലഭടന്മാർ പോരിനൊരുങ്ങി. ധർമ്മരാജന്റെ ആജ്ഞ ലംഘിക്കാൻ ദുർബുദ്ധിയോടെ ഇവിടെ വന്ന ഇവൻ ആരാണ്? നാം പോയി കൂട്ടിക്കൊണ്ടുവരാതെ നമ്മുടെ രാജ്യത്ത് ഇവൻ വന്നു ചേർന്നത് അത്ഭുതകരമായിരിക്കുന്നു. 10 തലയും 20 കണ്ണുകളും 20 കൈകളുമുള്ള നീലമഹാപർവ്വതം പോലെ ഭയങ്കരനായി ഇവൻ ഇന്ന് കാലന് വശപ്പെട്ടു തന്നെ. അതായത് ഇവന് മരണമെടുത്തിട്ടുണ്ട് തീർച്ച എന്ന് സാരം. ഇപ്രകാരം പലതും പറഞ്ഞുകൊണ്ട് കാലഭടന്മാർ പടയുമായി രാവണന്റെ നേർക്ക് പോരിനെടുത്തു. രാക്ഷസന്മാർ കാലകിങ്കരന്മാരെ തടഞ്ഞു നിർത്തി. അപ്പോൾ കാലന്റെ ഭടന്മാർ ശരങ്ങൾ കൊണ്ട് പുഷ്പവിമാനത്തിലെ ഗോപുരങ്ങളും സൗധങ്ങളും തകർത്തു. പണ്ട് ബ്രഹ്മാവ് നിർമ്മിച്ച അത്ഭുതകരമായ പുഷ്പവിമാനത്തിലെ തകർക്കപ്പെട്ട എല്ലാം വീണ്ടും ശോഭയോടുകൂടി ഉണ്ടായി. രാവണൻ ശരങ്ങൾ ചൊരിഞ്ഞ്
യമഭടന്മാരെ വിഷമിപ്പിച്ചു. കാലഭടന്മാർ അതിവേഗത്തിൽ ശക്തിയോടെ ഗദ, ശക്തി, ശൂലം എന്നിവ രാക്ഷസ സൈന്യത്തിന് നേരെ പ്രയോഗിച്ചു. രാക്ഷസ സൈന്യം നല്ലവണ്ണം ഭയന്നു. യുദ്ധകോലാഹലത്താൽ 3 ലോകവും ഇളകിമറിഞ്ഞു. അതിവിചിത്രമായിരുന്നു ഈ ഘോരസമരം. രാക്ഷസന്മാർ തളർന്നത് കണ്ട് രാവണൻ വളരെ ക്രുദ്ധനായി. ധാരാളം അസ്ത്രശസ്ത്രങ്ങൾ കാലഗംഗരന്മാർക്ക് നേരെ വർഷിച്ചു. എങ്കിലും യമഭടന്മാർ ധൈര്യസമേതം എതിർത്തു നിന്നു. അസ്ത്രം, ശൂലം, ശസ്ത്രം, വജ്രം മുതലായവ ഏറ്റ് പൂത്തുനിൽക്കുന്ന ശംശുവൃക്ഷത്തെ പോലെ രാവണൻ രക്തത്തിൽ കുളിച്ച് നിലകൊണ്ടു. പുഷ്പവിമാനത്തിൽ നിന്ന് രാവണൻ നിലത്തേക്ക് ചാടി വില്ലും ശരങ്ങളും കയ്യിലേന്തി ഞാൻ ഇപ്പോൾ നിമിഷത്തിനകം ഇവനെ വധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പാശുപതാസ്ത്രം തൊടുത്തു. ആകാശവും ഭൂമിയും അന്തരീക്ഷവും എല്ലാം അസ്ത്രജാലത്തിൽ ആളിക്കത്തി. അത് കണ്ട ദേവന്മാരും അസുരന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും എല്ലാം പേടിച്ചകന്നു മാറി. ശത്രുക്കളെ ഒടുക്കാനെത്തിയ യമഭടന്മാർ പാശുപതാഗ്നിയിൽ ദഹിച്ചു തുടങ്ങി. അത് കണ്ട് സന്തുഷ്ടരായ രാക്ഷസന്മാർ ആർത്തു വിളിച്ചു. ഇനി യമരാവണ യുദ്ധം. ശത്രുക്കളുടെ വിജയവും സ്വന്തം ഭടന്മാരുടെ നാശവും കണ്ട് യമൻ ഞാൻ ഇവനെ ജയിക്കുന്നുണ്ട് എന്ന് അഭിമാനത്തോടെ ഭൂമി പോലെ വിസ്തൃതമായ ഒരു തേരിൽ കയറി മൃത്യുദേവത കാലൻ്റെ മുമ്പിൽ നടന്നു. മിന്നൽ കൊടി പോലെ വിളങ്ങുന്ന പാശങ്ങൾ അരികെ ചേർത്ത് പിടിച്ച് മുൾത്തടിയുടെ അഗ്രത്തിൽ കാലദണ്ഡം ധരിച്ച് മൃത്യുദേവത കാലൻ്റെ മുമ്പിൽ നടന്നു. കാലൻ്റെ കോപം കണ്ടവരെല്ലാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചിന്തിച്ച് പരിഭ്രാന്തരായി. ധൂമ്രാക്ഷൻ തുടങ്ങിയവർ പേടിച്ചോടി. രാവണൻ നിർഭയനായി നിലകൊണ്ടു. കാലൻ ആയുധങ്ങൾ പ്രയോഗിച്ചപ്പോൾ ക്ലേശം തയ്ച്ചുകൊണ്ട് ഉറച്ചു നിന്നു. തളർന്നെങ്കിലും രാവണൻ കാലൻ്റെ നേരെ ശരങ്ങൾ ചൊരിഞ്ഞു. കാലൻ്റെ നിർമ്മലമായ ദിവ്യായുധങ്ങൾ രാവണൻ്റെ മർമ്മങ്ങൾ തോറും ചെയ്ത് ഏൽപ്പിച്ചു. 7 പകലും രാത്രിയും അവരിരുവരും ഒന്നുപോലെ യുദ്ധം ചെയ്തു. ബ്രഹ്മാവ് തുടങ്ങിയവർ ഈ യുദ്ധം അത്ഭുതത്തോടെ നോക്കി നിന്നു. പണ്ട് ഒരിക്കലും ഇപ്രകാരം ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല എന്ന് മഹാജനങ്ങളായ കാണികൾ പറഞ്ഞു പുകഴ്ത്തി. 100,000 ശരങ്ങൾ രാവണൻ കാലൻ്റെ നേർക്കയച്ചു. 7 ശരം സൂതൻ്റെ നേർക്കും 100 ശരം മൃത്യുവിൻ്റെ നേർക്കും പ്രയോഗിച്ചു. മൃത്യുവിൻ്റെ മുഖത്തു നിന്ന് പുറപ്പെട്ട തീക്കാറ്റേറ്റ് രാക്ഷസന്മാർ ദഹിച്ചു തുടങ്ങി. അത്ഭുതം അത്ഭുതം എന്ന് പറഞ്ഞുകൊണ്ട് കാഴ്ചക്കാരെല്ലാം ചൂടേൽക്കാതെ അകന്ന് മാറി തുടങ്ങി. ആ സമയത്ത് മൃത്യു അന്തകനോട് പറഞ്ഞു, ഈ രാക്ഷസ വീരനെ ഞാൻ കൊല്ലാം. എന്നെ അയച്ചാലും ഇവനെ ഇന്ന് വധിക്കാൻ എനിക്ക് ഒരു പ്രയാസവുമില്ല. എങ്കിൽ നീ ചെല്ലുക എന്ന് ധർമ്മരാജൻ്റെ ആജ്ഞ ലഭിച്ചപ്പോൾ മൃത്യു ഹൂങ്കാരത്തോടെ പുറപ്പെട്ടു. പ്രളയകാലാഗ്നിജ്വാല പൊങ്ങുന്നതുപോലെ കാലൻ മഹാദണ്ഡുമേന്തി മുന്നോട്ട് നീങ്ങി. കാലൻ്റെ ദണ്ഡേറ്റാൽ ഒരു ജീവിയും പിന്നെ ജീവിക്കയില്ലല്ലോ. ദണ്ഡുമേന്തിക്കൊണ്ട് അന്തകൻ വേഗത്തിൽ അടുത്തപ്പോൾ അടുത്തു വന്നവർ ചൂട് സഹിക്കാതെ മാറി തുടങ്ങി. ഇനി അന്തകൻ ജയിക്കുമെന്ന് കാണികൾ പറഞ്ഞു തുടങ്ങി. സൂര്യപുത്രനും ചണ്ഡപരാക്രമനുമായ അന്തകൻ തൻ്റെ ദണ്ഡ് രാവണന്റെ നേർക്ക് ഓങ്ങിയപ്പോൾ ബ്രഹ്മാവ് ഓടി വന്ന് പറഞ്ഞു, രാവണനെ നീ ദണ്ഡുകൊണ്ട് അടിക്കരുത്. എൻ്റെ സത്യവാക്ക് നിഷ്ഫലമാക്കരുത്. ദേവകൾ മൂലം മരണമുണ്ടാകുകയില്ല എന്നൊരു വരം ഞാൻ രാവണന് നൽകിയിട്ടുണ്ട്. വടവാഗ്നി പോലെ ഉജ്ജ്വലപ്രഭയുള്ള ഈ ദണ്ഡുകൊണ്ടുള്ള അടിയേറ്റാൽ സകലരും മരിക്കും എന്നൊരു വരം നിനക്കും തന്നിട്ടുണ്ട്. നീ അടിച്ചാൽ 2 വരങ്ങളിൽ 1 നിഷ്ഫലമാകും. അതിനാൽ എൻ്റെ വാക്കനുസരിച്ച് നീ അടങ്ങണം. വൈകാതെ നീ അന്തപുരത്തിലേക്ക് പോകുക. ഇത് കേട്ടിട്ട് ബ്രഹ്മാവ്, ഇന്ദ്രാദി ദേവന്മാർ, സാത്വികനായ നാരദൻ എന്നിവരോടുകൂടി മൃത്യു ദേവലോകത്തു പോയി സ്വസ്ഥനായി വസിച്ചു. കാലനെ ജയിച്ചു കീഴടക്കി എന്ന് വിചാരിച്ച് മതാന്തനായ രാവണൻ ബന്ധുക്കളെയെല്ലാം പുഷ്പവിമാനത്തിലേറ്റി സന്തോഷത്തോടെ യാത്രയായി. അനന്തരം വാസുകിയുടെ മന്ദിരത്തിൻ്റെ അടുത്ത് ചെന്ന് രാവണൻ പോരിന് വിളിച്ചു. സർപ്പസമൂഹത്തെ പോരിൽ ജയിച്ച് അവരെ കീഴടക്കി പിന്നീട് മണിമതി എന്ന മഹാനഗരത്തെത്തി. മണിമയ എന്നും പാഠഭേദമുണ്ട് ചില ബുക്കിലൊക്കെ. അവിടെ നിവാത കവചന്മാർ എന്ന അസുരശ്രേഷ്ഠർ ബ്രഹ്മാവിൻ്റെ വരബലം കൊണ്ട് ഭയമില്ലാതെ വളരെ കാലമായി വസിക്കുകയായിരുന്നു. അവിടെ ചെന്ന് രാവണൻ സിംഹനാദം മുഴക്കി അവരെ പോരിന് വിളിച്ചു. പോർവിളി കേട്ട നിവാത കവചന്മാർ അമ്പും വില്ലും മറ്റ് ആയുധങ്ങളുമേന്തി സന്നദ്ധരായി വന്ന് പോര് തുടങ്ങി. രാവണനും നിർഭയനായി അവരുമായി പൊരുതി. കുറേ ദിവസങ്ങൾ യുദ്ധം ചെയ്തിട്ടും ഇരുഭാഗത്തിനും ജയമോ തോൽവിയോ ഉണ്ടായില്ല. 1 കൊല്ലം കഴിഞ്ഞു. ആ സമയത്ത് ബ്രഹ്മദേവൻ ആകാശത്തിൽ നിന്ന് അവരുടെ അടുത്തെത്തി ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ 1000 കൊല്ലം യുദ്ധം ചെയ്താലും ആരും ജയിക്കുകയില്ല. ദേവാസുരാദികൾ ആരാലും മരിക്കുകയില്ല എന്നൊരു വരം ഞാൻ രാവണന് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കും പരാജയം ഉണ്ടാകുകയില്ല. അതിനാൽ നിങ്ങൾ തമ്മിൽ സഖ്യം ചെയ്യുക. അത് കേട്ടിട്ട് ഇരുകൂട്ടരും തമ്മിൽ സഖ്യം ചെയ്തു. സന്തോഷത്തോടെ അവരെ അനുഗ്രഹിച്ചിട്ട് ബ്രഹ്മദേവൻ വേഗം തിരിച്ചെഴുന്നള്ളി. രാവണൻ
മണിമതി നഗരത്തിൽ ഒരു വർഷം താമസിച്ചു. അനന്തരം രാവണൻ പറഞ്ഞു, ഞാൻ ലങ്കയിൽ നിന്ന് പോന്നിട്ട് 100 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇനി വൈകാതെ അങ്ങോട്ട് പോകണം. അവിടെ നിന്ന് പുറപ്പെട്ട രാവണൻ കാലകേയന്മാരുടെ നഗരത്തിലെത്തി 7 അസുരന്മാരെ വധിച്ചു. പിന്നീട് വരണാലയത്തിലെത്തിയ രാവണൻ പാൽക്കടലിൻ്റെ ഉത്ഭവത്തിന് കാരണമായ സുരഭിയെ വണങ്ങി. അനന്തരം വരുണനെ പോരിന് വിളിച്ചപ്പോൾ വരുണപുത്രന്മാർ സൈന്യവുമായി യുദ്ധത്തിനെത്തി. രാക്ഷസന്മാർ വരുണപുത്രന്മാരുടെ സൈന്യത്തെ തടഞ്ഞു നിർത്തി. രാക്ഷസന്മാർ പ്രയോഗിച്ച കൂർത്ത ശരങ്ങളേറ്റ് വരുണപുത്രന്മാരുടെ സൈന്യം നശിച്ചു. വരുണപുത്രന്മാർ ഭൂമിയിൽ നിന്നും ഉയർന്ന് ആകാശത്ത് നിന്ന് പൊരുതി. രാക്ഷസേശ്വരനായ രാവണൻ ദുഃഖത്തോടെ ബോധം കെട്ടു വീണു. വരുണപുത്രന്മാരുടെ തേരുകൾ മഹോദരൻ തകർത്തു. എന്നിട്ടും അവർ ആകാശത്ത് നിന്ന് തുടർന്ന് യുദ്ധം ചെയ്തു. ബോധം തെളിഞ്ഞ് എഴുന്നേറ്റ രാവണൻ സാഹസപൂർവ്വം യുദ്ധം തുടർന്നു. ശൂലം, ഇരുമ്പുലയ്ക്ക, ശസ്ത്രങ്ങൾ, അസ്ത്രങ്ങൾ എന്നിവ മഴ പൊഴിയും പോലെ രാവണൻ ചൊരിഞ്ഞു. ആയുധങ്ങളേറ്റ വരുണപുത്രന്മാർ ബോധം കെട്ട് നിലത്തു വീണു. അവരെ സേനാനായകന്മാർ എടുത്തുകൊണ്ടുപോയി വെള്ളം തളിച്ച് ആശ്വസിപ്പിച്ചു. രാവണൻ അഹങ്കാരത്തോടെ വിളിച്ചു പറഞ്ഞു, വരുണനോട് പോരിന് വരാൻ പറയൂ. ഇനിയും കാത്തു നിൽക്കാൻ കഴിയുകയില്ല എന്ന് അറിയിക്കൂ. ഇത് കേട്ട് വരുണന്റെ ഭൃത്യന്മാരിൽ ഉത്തമനായ പ്രഭാസൻ പറഞ്ഞു, വരുണൻ ഇപ്പോൾ ഇവിടെയില്ല. ബ്രഹ്മാവിൻ്റെ സന്നിധിയിൽ പാട്ട് കേൾക്കാൻ പോയിരിക്കുകയാണ്. നീ സന്തോഷത്തോടെ പൊയ്ക്കൊള്ളൂ. ദേവശത്രുവായി നിന്നോട് പോരാടി കുമാരന്മാരെല്ലാം പരാജിതരായി. നിന്നോട് എതിർക്കാൻ ഇവിടെ ആരുമില്ല. നീ ജയിച്ചതിന് തുല്യം തന്നെ. അത് കേട്ട രാവണൻ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് പുഷ്പക വിമാനത്തിൽ കയറി സന്തോഷത്തോടെ യാത്രയായി. ദേവന്മാർ, അസുരന്മാർ, ഗന്ധർവന്മാർ, മുനിമാർ, സിദ്ധന്മാർ, നാഗന്മാർ, മനുഷ്യർ, കിന്നരന്മാർ, യക്ഷന്മാർ തുടങ്ങിയവരുടെ വംശങ്ങളിലുള്ള ദിവ്യ സ്ത്രീകളെ രാവണൻ പിടികൂടി പുഷ്പകുമാരത്തിൽ കയറ്റിക്കൊണ്ട് പോകുമ്പോഴുള്ള അവരുടെ മുറവിളി കേട്ടാൽ ശിലയും അലിഞ്ഞു പോകും. അല്ലയോ അച്ഛാ, അമ്മേ, ഭർത്താവേ, മകനെ, സഹോദര, പൃഥു സഹോദര, ഗുണനിധി, നിങ്ങളെയെല്ലാം പിരിഞ്ഞ് ദുഃഖിതരായി ഞങ്ങൾ ആപത്തിൽ പെട്ടുപോയി. ഈ ദുഷ്ടൻ ഞങ്ങളെ വിടുകയില്ല. ഞങ്ങളെ ഭക്ഷിച്ചു കളയുമോ എന്നറിഞ്ഞുകൂടാ. ചിലപ്പോൾ കൊല്ലും, അല്ലെങ്കിൽ വിഭജിപ്പിക്കും. ഒരു വിധത്തിലും ഇവനിൽ നിന്നും നല്ലത് പ്രതീക്ഷിക്കുന്നില്ല. കാമാർത്തനായ ഇവന് ഒരു ദിവ്യ സ്ത്രീ നിമിത്തം മരണമുണ്ടാകട്ടെ. കുലീനകളായ സ്ത്രീകൾ ഇപ്രകാരം ശപിച്ച കാര്യം അഹങ്കാരിയായ രാവണൻ അറിഞ്ഞില്ല. ലങ്കാനഗരത്തിലെത്തിയ രാവണനെ പൗരന്മാർ പെരുമ്പറകൾ മുഴക്കി സ്വീകരിച്ച് വന്ദിച്ചു. രാവണൻ പുഷ്പവിമാനത്തിൽ നിന്നും നിലത്തിറങ്ങി. അപ്പോൾ ശൂർപ്പണഖ രാവണനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ലോകരെല്ലാം പഴി പറയത്തക്ക വിധം നീ എന്നെ വിധവയാക്കി. അപ്പോൾ രാവണൻ പറഞ്ഞു, യുദ്ധം ചെയ്യുമ്പോൾ ഞാൻ ശത്രുവെന്നും മിത്രമെന്നും ഒന്നും ചിന്തിച്ചില്ല. ഞാൻ നിനക്ക് ഒരു ഭർത്താവിനെ കണ്ടെത്താം. നീ ദണ്ഡകവനത്തിൽ ചെന്ന് കരദൂഷണ തൃശ്ശിരാക്കളോടുകൂടി താമസിക്കുക. അവിടെ വെച്ച് യോഗ്യനായ ഒരു പുരുഷനെ നീ ഭർത്താവായി ഭരിച്ചുകൊള്ളുക. രാവണൻ പറഞ്ഞനുസരിച്ച് ശൂർപ്പണഖ പോയി ജനസ്ഥാനത്ത് താമസമാക്കി. രാവണന്റെ മകനായ മേഘനാഥൻ രാജസൂയം, അശ്വമേധം തുടങ്ങി പല യാഗങ്ങളും നടത്തി ദേവന്മാരുടെ വരപ്രസാദം നേടി. എല്ലാവരെയും ജയിക്കാനുള്ള കരുത്ത് നേടിക്കൊണ്ട് ചെന്ന് പിതാവിനെ നമസ്കരിച്ചു. മകനെ ആലിംഗനം ചെയ്തുകൊണ്ട് രാവണൻ, നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ സന്തോഷത്തോടെ ശുകാചാര്യർ പറഞ്ഞു, പല യാഗങ്ങൾ അനുഷ്ഠിച്ച് അങ്ങയുടെ മകൻ ലോകോത്തരനായി കഴിഞ്ഞിരിക്കുന്നു. അവൻ്റെ തേര് ഇഷ്ടം പോലെ ഓടും. ശത്രുക്കൾക്ക് അവനെ കാണാനും കഴിയുകയില്ല. ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും കൂടി അവന് ശരമൊടുങ്ങാത്ത അവനാഴിയും ജീവരക്ഷയ്ക്കുള്ള പിളർക്കാൻ കഴിയാത്ത ഒരു പടച്ചട്ടയും നൽകി. ഇപ്പോൾ മറഞ്ഞതേ ഉള്ളൂ. അങ്ങ് വരുന്നുവെന്ന് കേട്ടതുകൊണ്ട് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഞാൻ ഇവിടെ കാത്തു നിന്നതാണ്. അശ്വമേധം തുടങ്ങിയ യാഗങ്ങൾ കൊണ്ട് ദേവന്മാരെ പൂജിക്കേണ്ട കാര്യമില്ല. ദേവന്മാർ നമ്മുടെ ശത്രുക്കളാണ്. അതിനാൽ അവർ ആരാധനയ്ക്ക് യോഗ്യരല്ല. നമുക്ക് ശ്രീ പരമേശ്വരനെ പൂജിക്കാം. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പുഷ്പക വിമാനത്തിലിരുന്ന് വിലപിക്കുന്ന സുന്ദരിമാരെ താഴെ ഇറക്കി. അപ്പോൾ അവരെ കണ്ട് വിഭീഷണൻ പറഞ്ഞു, ആലോചിച്ചു നോക്കിയാൽ ഈ പരാക്രമം അത്ഭുതകരം തന്നെ. നല്ല പതിവ്രതമാരെ പിടിച്ചുകൊണ്ടുവന്ന് ചെയ്യരുതാത്ത പ്രവൃത്തികൾ ചെയ്താൽ ദുഷ്കീർത്തിയും പാപവും വംശനാശവും ഉണ്ടാകും, സംശയമില്ല. ഇപ്രകാരം പരഭാര്യമാരെ പീഡിപ്പിച്ചാൽ വളരെ ആപത്തുണ്ടാകുമെന്ന് നീ മനസ്സിലാക്കുക. നമ്മുടെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ മാല്യവാൻ്റെ മകൾ പുഷ്പോത്കടയെയും അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകൾ കുംഭീനസിയെയും മധു എന്ന രാക്ഷസൻ പിടിച്ചുകൊണ്ടുപോയി. ഇവിടെ ഉള്ളവരാരും അത് കണ്ടില്ല. അന്ന് മേഘനാഥൻ മുനിമാരുമായി ചേർന്ന് ഓരോ യാഗങ്ങൾ നടത്തുകയായിരുന്നു. അപ്പോൾ ഞാനും ഇവിടെ ഇല്ലായിരുന്നു. ഈ അവസരമെല്ലാം നോക്കി ഒരു പ്രയാസവും കൂടാതെ അവൻ ബലം പ്രയോഗിച്ച് അവരെ കൊണ്ടുപോയി. തന്മൂലം നമുക്ക് ചീത്തപ്പേരും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവനെ കൊല്ലാൻ ആലോചിക്കാഞ്ഞിട്ടല്ല. വധിച്ചാൽ അവൾ വിധവയാകും. വീണ്ടും അവളെ മറ്റൊരുത്തന് നൽകണം. എങ്കിൽ അവൾ അവന് തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ കരുതി.
ഇനി രാവണൻ്റെ യുദ്ധയാത്ര എന്ന ഭാഗം നാളെ